ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ഇർഫാനിയത്തിന്റെ ഇൽമിന്റെ പ്രകാശം കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ അത് കാണുകയാണ്. മഹാനായ ബാബ ഫരീദ് കഞ്ചസ്കർ, നമുക്കറിയാം കഞ്ചസ്കർ എന്ന പേര് കിട്ടാൻ കാരണം ഇപ്പൊ കരിമ്പിന്റെ സീസണാണ് നമ്മളെ നാട്ടില്. ബാബ ഫരീദ് എന്ന് പറയുന്ന മഹാനായ വലിയന് കരിമ്പ് ഭയങ്കര ഇഷ്ടായിരുന്നു. അപ്പൊ കഞ്ചസ്കർ എന്ന ഉറുദു വാക്ക് ഷക്കഞ്ചർ, ഈ ഷക്കഞ്ചർ എന്നുള്ള ഈ ഒരു ഇതിൽ നിന്നാണ് ബാബ ഫരീദിന് ആ പേര് കിട്ടിയത്. അവസാനം തന്റെ ഖാൻഖാഹിൽ ദർബാറിൽ ഒരുപാട് ആളുകൾ കടന്നു വന്നു, വിവിധ മതക്കാര് കടന്നു വന്നു. മഹാനായ ഖോജപ്പാപ്പാന്റെ അടുക്കല്, അജ്മീർ ഖാജ തങ്ങളുടെ അടുക്കൽ ഒരുപാട് മതക്കാര് കടന്നു വരുമ്പോലെ ബാബ ഫരീദ് തങ്ങളുടെ ദർബാറിലേക്ക്, ഖാൻഖാഹിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വിരുന്നു വരികയാണ്, കടന്നു വരികയാണ്. ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഫരീദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമിന്റെ ഒരുപാട് മുത്തുമണികളെ പൊറുക്കിയെടുക്കാൻ അവിടെ അനവധി ആളുകൾ കടന്നു വരികയാണ്. അതൊരു സാമ്രാജ്യം പോലെ വികസിക്കുകയാണ്. അതിലേക്ക് കുതുകികളെ പോലെ, വെളിച്ചം തേടി കടന്നു വരുന്ന പൂമ്പാറ്റകളെ പോലെ, ചിത്രശലഭങ്ങളെ പോലെ ബാബ ഫരീദ് എന്ന മഹാനുഭാവന്റെ ഖാൻഖാഹ് നിറഞ്ഞു കവിയുകയാണ്. അത് പുറത്തേക്ക് ഒഴുകുകയാണ്. ആളുകൾ സഹസ്രങ്ങളായിട്ട്, പതിന്മടങ്ങുകളായിട്ട് വർദ്ധിത വീരത്തോടുകൂടെ ആ സൂഫി ചക്രവാളത്തിലെ പൗർണമിയുടെ പ്രകാശം തേടി വീണ്ടും വീണ്ടും മലയടിച്ച് കടന്നു വരികയാണ്. എന്തായിരുന്നു അവിടുന്ന് കിട്ടിയ ഒരു സമാശ്വാസം? എന്തിന്റെ പേരിലായിരുന്നു ആ വന്നത്? ഒരു ദിവസം ശിഷ്യന്മാര് വന്നിട്ട് ഒരു വലിയ ശീല കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു കീഞ്ചി, ഒരു കത്രിക കൂടി കൊടുത്തു. അപ്പൊ ബാബ ഫരീദ് തങ്ങൾ പറഞ്ഞു, മുझे कींजी न दो, मैं काटने वाला नहीं हूं. എനിക്കൊരിക്കലും നിങ്ങൾ ഈ ശീല കത്രിക്കാൻ ആവശ്യമായ കത്രിക തരാൻ പാടില്ല. ഞാൻ ബന്ധങ്ങളെ കത്രിച്ച് കളയാൻ വന്ന മനുഷ്യരല്ല. അതുകൊണ്ട് മുझे സൂചി ദോ, എനിക്ക് നിങ്ങൾ സൂചി തരൂ. മേ ജോഡ്നെ വാലാ ഹൂം, മേ ജോഡ്നെ വാലാ ഹൂം. ജോഡ്ന, ജോഡിയൊക്കെ ബന്ധങ്ങളെ വിളക്കി ചേർക്കുക. മേ കാട്ട്നെ വാലാ നഹീ ഹൂം, ഞാൻ ഉള്ള ബന്ധങ്ങളെ കത്രിച്ച് കളയുന്ന ഒരാളല്ല. അതുകൊണ്ട് മുझे സൂചി ദോ, എനിക്ക് നിങ്ങൾ സൂചി തരൂ മുരീദുമാരെ. മേ ജോഡ്നെ വാലാ ഹൂം, ഞാൻ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ കടന്നു വന്ന മനുഷ്യനാണ് എന്ന് ബാബ ഫരീദ് ഷക്കഞ്ചർ പറഞ്ഞുപോയി. ഇന്ത്യയുടെ ഒരു ഉത്തരകോണിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശബ്ദമാണ്. ഇന്നലില്ലാഹി ഇബാദം ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها ولما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. വിലായത്തിന്റെ പദവി, ഇന്ന ലില്ലാഹി ഇബാദൻ, നല്ല ഫതാനത്തുള്ള ഒരു പറ്റം അടിമകൾ അല്ലാഹുവിനുണ്ട്. ത്വല്ലഖുദ്ദുനിയ, അവര് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയിരിക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ ഇതുപോലുള്ള ഒരു മിമ്പറിന്റെ മുകളിൽ കയറി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ, ആ മഹാനുഭാവൻ ഒരു ദിവസം ഖുതുബ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞുപോയി, യാ ദുനിയാ, അല്ലയോ ദുനിയാവേ, അബീ തഅറൽതി അംലി തശബ്ബഫ്തി ഗുർരി ഗൈരി. അത് വളരെ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ വളരെ പ്രചാരം സിദ്ധിക്കപ്പെട്ട ഒരു പ്രസംഗമാണ്. യാ ദുനിയാ അബീ തഅറൽതി അംലി തശബ്ബഫ്തി ഗുർരി ഗൈരി ലാ റജ്അത ലീ ഫീക്. എനിക്ക് നിന്നിൽ ഒരു പ്രതീക്ഷയും ഇല്ല. ദുനിയാവിനോട് പറയാണ്. ദുനിയാവിനെ ഒരു കെട്ടിയ പെണ്ണിന്റെ സ്ഥാനത്ത് കണ്ടിട്ട് അലിയല്ലാത്തവരെ വേണമെങ്കിൽ ചതിച്ചോ, നിന്റെ ചതിക്ക് അലീനെ കിട്ടൂല. ലാ റജ്അത ലീ ഫീക്,
നിന്നിൽ എനിക്ക് പ്രതീക്ഷയില്ല. ചില പണ്ഡിതന്മാര് പറഞ്ഞു ലാ റജഅത, ഇനി റജഇയായ തലാഖല്ല, ഇത് മുത്തലാഖാണ് എന്ന് ദുനിയാവിനോട് പറയാനൊന്നും ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. കാരണം പിന്നെ പറയുന്ന വാക്കെന്താ, അലി തങ്ങള് ഖദ് ബതത്തുകി സലാസ എന്ന് പറഞ്ഞാൽ ഖദ് തല്ലഖ്തുകി സലാസ, ദുനിയാവേ ഞാൻ നിന്റെ 3 മൊഴിയും ചൊല്ലി മിമ്പറിന്റെ മുകളിൽ അലി തങ്ങൾ പറയാണ്. ഇപ്പൊ സഹാബത്ത് ഒന്നാമത്തെ മൊഴിന്റെ കാരണം എന്താ, രണ്ടാമത്തെ മൊഴി ചെല്ലാൻ കാരണം എന്താ, മൂന്നാമത്തെ മൊഴി ചെല്ലാൻ കാരണം എന്താ, അതിന് അലി തങ്ങൾ എന്നെ വിശദീകരിക്കാൻ ഫഉംറുകി ഖസീർ, നിന്റെ ആയുസ് ഖസീറാണ്, വളരെ ശുഷ്കം. അതിന്റെ കാരണം അലി തങ്ങൾ പറഞ്ഞു, ആലമുൽ അർവാഹിൽ കോടാനക്കോടി വർഷങ്ങൾ ജീവിച്ച ആൾക്കാരാ ഞാനും നിങ്ങളും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആലമുൽ അർവാഹിൽ റൂഹ് മാത്രമായിരുന്ന സമയത്ത് ഞാൻ നിന്നെ കണ്ടിരുന്നടാ. ആലമുൽ അജ്സാദിൽ വന്നപ്പോ ഒരാളോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദാലിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അലി തങ്ങൾ ഇത് പറയുന്നതിൽ അത്ഭുതമില്ലാന്ന് കേട്ട സഹാബികളും പറഞ്ഞു. ആലമുൽ അർവാഹിൽ റൂഹായിരുന്നപ്പോ കണ്ട ഓർമ്മ വെച്ചിട്ട് ആലമുൽ അജ്സാദ് എന്ന് പറയുന്ന ആലമു ദുന്യവിയിൽ വന്നിട്ട് പറയാണ്, നമ്മൾ ആലമുൽ അർവാഹിൽ അന്ന് ഗെറ്റ് ടുഗദർ നടത്തിയത് ഓർമ്മയുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോ ഒന്നാമത്തെ തലാഖിന്റെ കാരണം ആ ആലമുൽ അർവാഹിൽ കിട്ടിയ ആയുർദൈർഘ്യം ദുനിയാവിൽ ഇല്ല. അത് തന്നെ ഖസീർ, നിന്റെ ആയുസ് ശുഷ്കം. രണ്ടാമത്തെ തലാഖിന്റെ കാരണം വഐശുകി ഹഖീർ, നിന്റെ ഐഷ് നിസ്സാരമാണ്. അറബികള് മന്തി, ബുഖാരി, കബ്സ പോലുള്ള റൈസിനാണ് ഐഷ് എന്ന് പറയാറുള്ളത്. അറബികൾക്കിടയിലുള്ള ഒരു ഭാഷയാണത് ഐഷ്. ഹോട്ടലിൽ പോയിട്ട് ഐഷ് ഉണ്ടോ, എന്താന്ന് വെച്ചാല് അതും ഐഷും ഒരുപോലെയാണ്. കാരണം ഇന്ന് രാത്രി എടുത്തു വെച്ചാല് നാളേക്ക് കഞ്ഞി പോകുന്ന അതിന്റെ അർത്ഥം. ഐഷുകി ഹഖീർ, അത് ഹഖീറാണ്. ദുനിയാവിന്റെ ഐഷു അങ്ങനെയാണെന്ന്. ദുനിയാവിനെയും ആഖിറത്തിനെയും ആലിമീങ്ങള് പണ്ഡിതന്മാര് തുലനം ചെയ്തത് എന്തോ ഒരു രസാണ്. കാരണം അഅദ്ദല്ലാഹു ലിഇബാദിഹിൽ മുഅ്മിനീന മാ ലാ ഐനുൻ റഅത്, ഇവിടെല്ല അവിടെ, വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി റജുലിൻ വാഹിദ്, ഒരാളുടെ മനസ്സിലും വരാത്തൊരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് വേണ്ടി അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ ഈ കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാണ് ഈ കിടക്കണ മഹാന്മാർ, ഈ മഹാനെ പോലെയുള്ള മറ്റുള്ള ആൾക്കാർ. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കണ്ണുകൊണ്ടാണ് അവർ ലോകത്തെ നിയന്ത്രിച്ചത്. എല്ലാ ആളുകൾക്കും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, 4 കണ്ണ് കൊടുത്തിട്ടാണ് ഓരോ അടിമനെയും അള്ളാഹു ദുനിയാവുക്ക് പറഞ്ഞയച്ചത്. ഐനാനി ഫീ ളഹ്രിഹി വഐനാനി ഫീ ഖൽബിഹി, അല്ലെങ്കിൽ ജൗഫി. ജൗഫിൽ 2 ഐന്, ലഹറിൽ 2 ഐന്. നമ്മുടെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഐന് ലഹറിലുള്ള ഐനാണ്. പക്ഷേ ഔലിയാക്കന്മാർക്ക് വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച ഐന് ജൗഫിലുള്ള ഐനായിരുന്നു. അപ്പോൾ മുന്നിൽ വരുന്ന ആളെ കാണൂല. കാരണം ലഹറിലുള്ള ഐന് ഡിമ്മാണ്, അതിന്റെ വോൾട്ടേജ് വളരെ കമ്മിയാണ്. ഉള്ളിലുള്ള കണ്ണിന്റെ വോൾട്ടേജ് ഭയങ്കര ബ്രൈറ്റ് ആണ്. അതിന്റെ ബ്രൈറ്റ്നെസ് കൊണ്ട് മുന്നിലുള്ള ആൾക്കാരെ കാണൂല, മൈൻഡ് ചെയ്യൂല. CM വലിയുള്ളാഹി തങ്ങളൊക്കെ ശരീഅത്ത് നഷ്ടപ്പെട്ട വലിയായിരുന്നു എന്ന് പണ്ഡിതന്മാർ എഴുതി. കാരണം ശരീഅത്ത് നഷ്ടപ്പെടുന്ന വിലായത്തുണ്ട്, ശരീഅത്ത് നഷ്ടപ്പെടാത്ത വിലായത്തുണ്ട്. ശരീഅത്ത് നഷ്ടപ്പെടുന്ന വിലായത്ത് ജദ്ബിലേക്ക് പോകുന്നു. അതുകൊണ്ട് CM വലിയുള്ളാഹി തങ്ങൾ മുന്നിൽ കാണുന്ന ആളെ അടിച്ച സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാഫിറല്ലേ എന്ന് ചോദിച്ചിട്ട് അടിച്ച സംഭവം ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിലോ അതിനെ ഉൾക്കൊള്ളാൻ അടി കിട്ടിയ ആൾക്കും സാധിച്ചിരുന്നു എന്നുള്ളതാണ് അന്നത്തെ സൊസൈറ്റിയുടെ അറ്റ്മോസ്ഫിയർ. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി ഔലിയാക്കന്മാരുടെ ശീതഛായയുടെ തണലിൽ അഭിരമിക്കുന്ന ഒരു സാഹചര്യം കേരളക്കരക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ മഹാനെ പറ്റി തന്നെ ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാടന്മാരിൽ നാടനായി ജീവിച്ച ഒരാളായിരുന്നു. അങ്ങനെ ഉണ്ടല്ലേ? യാ അല്ലാഹ്, ഒരു സാധാരണക്കാരനായിട്ട് പിന്നെ വിലായത്തി ഒടുന്നു വരുന്നു. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഹറാറത്തിന്റെ ത്വബീഅത്തുള്ള ദിക്റുകളുണ്ട്, ബുറൂദത്തിന്റെ ത്വബീഅത്തുള്ള ദിക്റുകളുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞു.
ഒരു വലിയനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഹറാറത്തിന്റെ തബീഅത്തുള്ള ഈ ചൂടിന്റെ പ്രകൃതിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പോകാതെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് ചൊല്ലി ആളുടെ ഹാല് മാറി, ആളുടെ തബീഅത്ത് പിന്നെ ഹറാറത്തായിരുന്നു. എവിടെയും ചൂട്, പ്രകൃതിയിൽ മുഴുവൻ ചൂട്, ആരെ കണ്ടാലും ചൂട്. സ്വലാത്ത് ബുറൂദത്തിന്റെ തബീഅത്താണ് സ്വലാത്തിനുള്ളത്. ഒരാൾ ഇനി പരിധി വിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അയാളുടെ തബീഅത്ത് ചൂടിലേക്ക് പോകൂല, അയാൾ എപ്പോഴും ശാന്തനായിരിക്കും. രണ്ടും വിലായത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു. അവിടെയാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടത്. രണ്ടാമത്തെ തലാഖിന്റെ കാരണം ദുനിയാവേ വഐശുകി ഹഖീർ, നിന്റെ ജീവിതം വളരെ നിസ്സാരമാണ്. നമ്മൾ 1 കിലോ ഇറച്ചി കോട്ടക്കൽ അങ്ങാടിയിലെ മാർക്കറ്റിൽ പോയി വാങ്ങി നമ്മുടെ ഫ്രീസറിൽ തന്നെ വെച്ചു. എത്ര കാലം നമ്മൾ വെക്കും? ഫ്രീസർ ഇല്ലാതെ വെച്ചു എത്ര നേരം നമ്മൾ വെക്കും? അപ്പൊ തന്നെ ആൾക്കാർ പറയും, ഉള്ളിയത്തിന്റെ ഇറച്ചിയാണ്, രാവിലെ അറുത്ത പോത്താണെങ്കിൽ ഉച്ചാകണേന്റെ മുമ്പ് എല്ലായിടത്തും കൊടുത്ത് തിരൂരട്ടോ കീസിൽ കെട്ടിവെക്കരുത്. സ്മെല്ല് മാറുകയാണ്, സാധനം സ്മെല്ല് മാറാണ്. ബനൂ ഇസ്രായേലിയരുടെ കാലഘട്ടത്തിൽ ഇത് സ്മെല്ല് മാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അള്ളാഹു ദുനിയാവിന്റെ തബീയത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ നന്ദി കേടിനുള്ള പ്രതിഫലം എന്നുള്ള നിൽക്കും ഇറച്ചി മലിനമാകുന്ന സാഹചര്യത്തെ സൃഷ്ടിച്ചു എന്ന് മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടു. അപ്പൊ ദുനിയാവ്, നമ്മുടെ ഡ്രസ്സ് കുറച്ച് കഴിയുമ്പോൾ നുരുമ്പാണ്, അത് വാഷ് ചെയ്യാനാവാൻ എത്ര കാലം വാഷ് ചെയ്ത് കൊണ്ടെടുക്കും? അപ്പൊ അതിന് വാലിഡിറ്റി എക്സ്പയർ ആവാൻ. നമ്മളെ ഫുഡ് എല്ലാം എക്സ്പയർ ആണ്. എക്സ്പയറി ഡേറ്റ് കാണി മെൻഷൻ ചെയ്യാതെ ഒരു ഫുഡ് പ്രൊഡക്റ്റ് പോലും വിൽപ്പന നടത്താൻ പാടില്ല. അവിടെ പരിശോധനക്ക് സ്ക്വാഡ് വന്നാൽ എക്സ്പയറി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഷോപ്പിന് സീല് വീഴാണ്. ആ ഷോപ്പ് പിന്നെ പ്രവർത്തിക്കാൻ പറ്റൂല. എക്സ്പയറി ഡേറ്റ് മെൻഷൻ ചെയ്ത ഒരു സാധനം ഡേറ്റ് കഴിഞ്ഞിട്ട് അവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഷോപ്പിന് സീല് വീഴാണ്. ഇതന്നെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠെന്താ? ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു സാധനമാണ്. അൺലിമിറ്റഡ് അല്ല. അനന്തം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറം ഒരു പുകയിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മളെ കാത് കൊണ്ട് കേൾക്കാൻ പറ്റുന്ന കേൾവി ശക്തിക്ക് 2K ബൈറ്റ്സ് 20,000 ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രീയമായി അളന്ന് തിട്ടപ്പെടുത്തിയ ഒരു അളവുണ്ട്, ഒരു മെഷർമെന്റ് നടത്തിയിട്ടുണ്ട്. 20,000 ഹെഡ്സേ ഈ മനുഷ്യന്റെ ദുനിയാവിലുള്ള ചെവിക്ക് ഇവിടെ വെച്ച് കേൾക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തെ സൗണ്ട് ഈ ദുനിയാവിലുണ്ട്. പക്ഷെ അതൊരു കമ്പനമായി, ഒരു വൈബ്രേഷൻ ആയിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നായ, അതുപോലെ തന്നെ പശു, ആട് മറ്റു വർഗങ്ങൾ, അവയ്ക്കൊക്കെ കേൾക്കാനും കഴിയും. അപ്പൊ നമ്മുടെ കേൾവി ശക്തിയേക്കാൾ എത്രയോ കേൾവി ശക്തി അവക്കുണ്ട്. അപ്പൊ എല്ലായിടത്തും അല്ലാഹു തആല ഒരു ഹദ് വെച്ചു. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70 എന്ന് പറഞ്ഞു. എബോ ഉണ്ട്, ബിലോ ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചു പോകുന്നുണ്ട്. ഈ പള്ളിക്കാട്ടിൽ ഇങ്ങനെ ഇറങ്ങി ഓരോ മീസാൻ കല്ലിന്റെയും മുകളിൽ കൊത്തിവെച്ച പേരുകളുടെ കൂടെ അവര് മരിച്ചുപോയ വർഷങ്ങൾ കൂടി നോക്കുക. അവരെ ബന്ധുക്കളോട് ചോദിക്കുക, ഈ ആൾ എത്ര വയസ്സിലാണ് മരിച്ചത്? ഓരോ ഖബറിനും ഓരോ പ്രായല്ലേ. 33കാരന്റെ ഖബർ, അപ്പുറത്ത് 70 വയസ്സുള്ള ഉമ്മാന്റെ ഖബർ, ഇപ്പുറത്ത് 6 വയസ്സുള്ള ശിശുവിന്റെ ഖബർ, തൊട്ടപ്പുറത്ത് പ്രസവിച്ച ഉടനെ തന്നെ മാതാവിന്റെ വയറ്റിൽ നിന്ന് ജീവനോട് വരികയും പിറ്റേ ദിവസം അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്ത ചോരപ്പൈതലിന്റെ ഖബർ. ഓരോ ഖബറുകൾക്കും ഓരോ പ്രായം. ഇന്ത്യ കണ്ട ഒരു വലിയ സൂഫി പറഞ്ഞ വാക്കാണത്. ദുനിയാവെന്തെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ മസ്ജിദുൽ ജാമിഇന്റെ ചുറ്റുവട്ടങ്ങളിലുമുള്ള ഖബർസ്ഥാനിലേക്ക് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, മറവട്ട് കിടക്കുന്നവരെ നിങ്ങൾക്ക് എന്റെ സലാം. എന്നിട്ട് അവിടെ മൈലാഞ്ചി ചെടിയുടെ ചോട്ടിലുള്ള മീസാൻ കല്ലിന്റെ മുകളിൽ നിങ്ങൾ നോക്കുക. അവര് മരിച്ചുപോയ ഡേറ്റ് ഒന്ന് നോക്കുക. ഓരോ ഖബറിനും ഓരോ പ്രായമാണ്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ മഹല്ല് ജനറൽ ബോഡി കൂടി തീരുമാനിച്ചാൽ കഴിയുമോ നമുക്ക്? ഇല്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഓരോ ഖബറിനും ഓരോ പ്രായം. 6 വയസ്സുകാരൻ മരിക്കുന്നു. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ കൊച്ചിയിലെ പൊതുനിരത്തിലൂടെ പ്രഭാത സവാരിക്ക് വേണ്ടി, എന്താണ് ഈ പ്രഭാത സവാരിക്ക് വേണ്ടി നടക്കുന്നത്? രാത്രി 3:30 മണിക്കൊക്കെ അലാറം വെച്ച് എണീറ്റിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പ്രഭാത സവാരിക്ക് വേണ്ടി നടക്കണ എന്തിനാ? ഉള്ള കൊളസ്ട്രോളും ഷുഗറും യൂറിക് ആസിഡും ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാത സവാരിക്ക് പോണത്. ആ 2 സ്ത്രീകള് ഇന്ന് രോഗിയായ ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാറ് ഇടിച്ചു മരിച്ചു. ആ രംഗം കണ്ടിട്ട് ആ കാറിൽ ഇരിക്കുന്ന രോഗിയായ ഡോക്ടർക്ക് അറ്റാക്ക് വന്നിട്ട് ആ ലേഡി ഡോക്ടർ മരിച്ചു. എന്താ അവസ്ഥ? ഇന്ന് നടന്നതല്ലേ?
നമുക്കൊരിക്കലും താളഭംഗങ്ങളെ മാറ്റാൻ കഴിയണില്ല. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, എല്ലാ സുഖങ്ങളും ഞൊടിയിടയിൽ തീരുകയാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ആയുസ്സിന്റെ ദൈർഘ്യം ഒന്ന് കൂടട്ടെ, എന്റെ കൂട്ടുകാരികൾക്കിടയിൽ എന്റെ ആരോഗ്യം ഒന്ന് വർദ്ധിക്കട്ടെ എന്ന് കണ്ടിട്ട് രാത്രി അലാറം വെച്ച് എണീക്കാൻ പോയ എന്റെ പെങ്ങളെ, അവരെക്കാൾ എത്രയോ നേരത്തെ കബറിലെ 6 അടി മണ്ണിനോട് കവിള് ചേർത്തി കിടന്നത് നീയാണ്. ഒന്നും അറിയില്ല. ഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ, നീ സ്വബാഹിലായാല് മസാഇനെ പ്രതീക്ഷിക്കരുത്. ഗുഡ് മോർണിംഗ് എന്ന് നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മളൊരു കൺഗ്രാറ്റ്സ് കൊടുത്തു, ഇനി ഗുഡ് ഈവനിംഗ് പറയാൻ എനിക്ക് കഴിയോ? ഫലാ തന്തദിരിൽ മസാ ഫഇദാ അംസൈത, നീ ഒരാളോട് ഗുഡ് ഈവനിംഗ് പറഞ്ഞാൽ ഫലാ തന്തദിരിസ് സ്വബാഹ്, അടുത്ത പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് പറയാൻ ഈ തൊണ്ടക്കുഴിയിൽ റൂഹുണ്ടാകും എന്ന് നീ ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ ഞാൻ നാളെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ 5 മണിക്ക് ഷാർപ്പ് 5 മണിക്ക് എന്റെ ബാഗും പിടിച്ചിട്ട് നിന്നെ വെയിറ്റ് ചെയ്യുമെടാ എന്ന് പറയുമ്പോ അതിന് ശേഷമോ അതിന് മുമ്പോ ഒരു ഇൻഷാ അല്ലാഹയുടെ അകമ്പടിയില്ലാതെ അത് പറയാൻ അല്ലാഹു നിനക്ക് അധികാരം തന്നിട്ടില്ല എന്ന് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് നമ്മളോട് പറയാൻ. ഫലാ തഖൂലന്ന ലിശൈഇൻ, ഒരു കാര്യത്തെ പറ്റിയും നീ പറയരുത് ഇന്നി ഫായിലുൻ, ഡെഫിനിറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യും എന്ന് നീ പറയരുത്. ദാലിക ഖദാ, ആ കാര്യം നാളെ ഞാൻ ചെയ്യും എന്ന് നീ പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ. അപ്പോ ഇതൊക്കെ ഫോർസീൻ മൈൻഡോട് കൂടെ കണ്ട ആൾക്കാരാണ് ഈ കിടക്കുന്നത്. അവര് സൈലന്റ് ആയിക്കാരം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യൂല. ഔലിയാക്കന്മാരൊക്കെ ഒന്ന് പഠിച്ചു നോക്കണ്ടേ, അവരുടെ ദർബാറുകളെ ഒന്ന് പഠിക്കുമ്പോൾ അതിലെ സ്വച്ഛന്തമായ ശീതഛായ നമുക്കൊരുപാട് അഭയം തരുന്നതായി തോന്നും. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. വഅയ്ഷുകി ഹഖീർ, ദുനിയാവേ നിന്റെ രണ്ടാമത്തെ മൊഴി മിമ്പറിന്റെ മുകളിൽ വെച്ച് ഞാൻ നിന്നെ മൊഴി ചെല്ലുമ്പോൾ രണ്ടാമത്തെ മൊഴി ചെല്ലാൻ കാരണം നിന്റെ ഐഷ് വളരെ ഹഖീറാണ്, നിന്യമാണ്. നിന്നെ കൂട്ടുപിടിച്ചോൻ നിന്യനായി, നിന്റെ കൂടെ ഏർപ്പെട്ടവൻ നിസാരനായി. അതുകൊണ്ടാണ് അദ്ദുനിയ ഇവര് പറഞ്ഞത് അദ്ദുനിയ ദാറുമൻ, ദുനിയാവ് എന്ന് പറയുന്നത് ഒരുത്തന്റെ വീടാണ്. ലാ ദാറ ലഹു, അവന് അവിടെ വീടില്ല. അദ്ദുനിയ ദാറുമൻ ലാ ദാറ ലഹു. അപ്പൊ അവിടെ വീടുള്ളവന് ഇവിടെ വീടില്ല, ഇവിടെ വീടുള്ളവന് അവിടെ വീടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അധിവസിക്കുന്ന മസ്കനെ പറ്റിയല്ല ഈ പറഞ്ഞത്. പിന്നെ ഇത് എന്റെ എറ്റേണിറ്റിയുടെ വേൾഡാണ്, ഇത് എന്റെ ശാശ്വതീകത്വത്തിന്റെ ലോകമാണ് എന്ന് തീരുമാനിച്ചോന് പിന്നെ ലാ ദാറ ലഹു, അവിടെ വീടില്ല എന്നാണ് ആലിമീങ്ങൾ പറഞ്ഞത്. എന്തോ ഒരു ആശയങ്ങളായി ഇതിലൊക്കെ കുടികൊള്ളുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് ബാഗ് കൊടുത്ത് ഇറങ്ങുമ്പോ സസ്യത്തിന്റെ മുകളിൽ ഉജ്ജ്വലമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന പുഷ്പത്തെ കണ്ടപ്പോ ആ പൂവിനെങ്ങനെ അതിന്റെ സൗന്ദര്യം കാണാൻ എന്തോ ഒരു രസം. ഇന്നലെ നീ കുസുമദളം, ഇന്ന് നീ പുഷ്കലമായ ഒരു പൂവാൻ. പക്ഷേ അദ്ദേഹം ഓഫീസിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്ക് ലോകത്തിന്റെ സൗന്ദര്യ മാദക റാണിയായ സൗന്ദര്യത്തിടമ്പായ ഈ പൂവ് അതിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ഞെട്ടറ്റ് വീണ് താഴെ ഉറുമ്പരിക്കുന്നു. ചിലന്തി വന്നിട്ട് വല നെയ്തിട്ടുണ്ട്. പിറ്റേ പ്രഭാതത്തിൽ പിന്നെ ആ വഴി പോകുമ്പോ ആ പൂവിന്റെ മുകളിൽ മഞ്ഞു വീണിട്ട് ഉദകം ചാർത്തിയിട്ടുണ്ട്. എന്തൊരു വലിയ ആശയാണത്. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര
ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ഇന്ന് നീ ആരാൻ? ശ്രീഭൂവിൽ അസ്ഥിര. അതുകൊണ്ട് പൂവേ നീ ഞങ്ങളെ മനുഷ്യരെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ശ്രീ ഐശ്വര്യം എന്ന് പറയുന്നത് പേര്, പെരുമ, പത്രാസ്, തറവാടിത്തം, മേൽവിലാസം എന്ന് പറയുന്നത് ഭൂവിൽ അസ്ഥിര, ഈ ഭൂമിയിൽ സ്ഥിരമല്ല. അത് നിന്റെ കിടത്തം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഅയ്ശുകി ഹഖീർ, നിന്റെ ജീവിതം വളരെ നിന്ദ്യമാണ്, വളരെ നിസ്സാരമാണ്. ഇനി ദുനിയാവിലെ എല്ലാ കാര്യവും നമ്മൾ എടുത്തു നോക്കുക. നമ്മുടെ സമഅ്, നമ്മുടെ ബസർ, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ മൂവ്മെന്റ് അല്ലേ. ഇപ്പോ സിനിമാ നടൻ മമ്മൂട്ടിയെ പറ്റി വലിയ വാർത്ത വന്നു. അദ്ദേഹം 70ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. കേരളം മുഴുവൻ കൊട്ടും കൊരവയായിട്ട് അതിനെ ഏറ്റെടുത്തു. അപ്പൊ പറയാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ നഷ്ടപ്പെടാത്ത വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഓജസ്, തേജസ് എന്തൊക്കെയാ മാധ്യമങ്ങൾ എഴുതിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് 70ന്റെ പ്രായം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കരളിന് 70ന്റെ പ്രായം തന്നെയാണ്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിക്കാൻ ഒരു സംവിധാനത്തിനും സാധ്യമല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എല്ലാ സൗന്ദര്യവും കെട്ടടങ്ങി. ബേനസീർ ഭൂട്ടോയെ പറ്റി മാധ്യമങ്ങൾ എന്തൊക്കെ എഴുതിയിരുന്നു. തെക്കിന്റെ സൗന്ദര്യം, പടിഞ്ഞാറിന്റെ സൗന്ദര്യം. ആ ബേനസീർ ഭൂട്ടോ PPPയുടെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് തനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള കാരവൺ എന്ന് പറയുന്ന വാനിന്റെ പ്രൈവറ്റ് റൂമിൽ കയറിയിട്ട് കണ്ണാടി കയ്യിലെടുത്തിട്ട് ലിപ്സ്റ്റിക് എടുത്തിട്ട് ചുണ്ട് മിനുക്കുന്ന ഒരു ഫോട്ടോ ആണ് അവസാനത്തെ ലൈവ് ഫോട്ടോ, ഹയാത്തിലുള്ള അവസാനത്തെ ഫോട്ടോ. ആ ചുണ്ടിങ്ങനെ മിനുക്കുമ്പോൾ ലക്ഷോപലക്ഷം വരുന്ന എന്റെ അനുയായികളെ സ്റ്റേജിൽ കയറിയിട്ട് അഭിസംബോധന ചെയ്യാനുള്ളതാണ്. അവിടുന്ന് മാധ്യമങ്ങൾ, ഇവിടുന്ന് മാധ്യമങ്ങൾ, BBC-യുടെ ന്യൂസ് റിപ്പോർട്ടർ, അൽ ജസീറയുടെ ന്യൂസ് റിപ്പോർട്ടർ, എത്ര ആളുകളാണ് എന്റെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ട് ലോകത്തെ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുക. അതിനു വേണ്ടി ഒന്ന് മിനുക്കണം. ആ മിനുക്കിയ റോസ് പൗഡർ, ആ ഐഷാഡോ, ആ ഐലൈനർ എവിടെ പോയി? പോകുന്ന വഴിയിലാണ് അംഗരക്ഷകരിൽപ്പെട്ട ഏതോ ഒരാളുടെ എന്ന് അഭ്യൂഹം പരത്തപ്പെടുന്ന വെടിയുണ്ട ഏറ്റിട്ട് ബേനസീർ ഭൂട്ടോ പെടഞ്ഞു മരിച്ചത്. ആ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ട് പോയി പിന്നെ കിടന്നത് പുഴുവരിക്കുന്ന ഖബറിലാണ്. വഅയ്ശുകി ഹഖീർ. അതിന് ബേനസീർ ഭൂട്ടോയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ദുനിയാവിനെ കുറ്റപ്പെടുത്തണം. വഅയ്ശുകി ഹഖീർ. അപ്പൊ സ്വർഗത്തെ ഒന്ന് ഇങ്ങനെ പറിച്ചു നട്ടോക്ക്. നമ്മൾ ഇട്ട ഡ്രസ്സ് നുരുമ്പാത്ത ലോകം, കഴിക്കുന്ന മാംസം ഒരു നിലക്കും വേസ്റ്റ് ആവാതെ, മലിനമാകാതെ, മാലിന്യം സംഭവിക്കാതെ, വിവരണമാവാതെ നിൽക്കുന്ന ഒരു ലോകം. നിങ്ങളെ കണ്ണ് കാണാത്തൊരു കാഴ്ച റെഡിമെയ്ഡ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാ പറഞ്ഞത് അല്ലാഹു. എന്റെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റെഡിമെയ്ഡ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്ത്? ദുനിയാവിലെ ഒരു കണ്ണും കാണാത്ത കാഴ്ച. ഇപ്പോ ഇവിടുത്തെ ആനിമേഷൻ വീഡിയോസിലൂടെ നമ്മളെ കണ്ണൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. ചൈനയിലെ പുതിയ പാർക്ക് കണ്ടു, ഹാങ്ങിങ് പാർക്ക്. തൂക്കിൽ ഇങ്ങനെ തൂങ്ങിയാടുന്ന, തൊട്ടിലാടുന്ന പൂന്തോട്ടം നമ്മൾ കണ്ടു, അരുവി നമ്മൾ കണ്ടു, വൈവിധ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ട് പറയാണ് മാല ഐനുൻ റഅത്. പക്ഷേ ഒരു കണ്ണും ഇതുവരെ കാണാത്ത കാഴ്ച. എന്തായിരിക്കും ആ സ്വർഗ്ഗം? ഒരാൾക്ക് പറഞ്ഞ് അയാളുടെ വാക്കിന്റെ മാധുര്യം കൊണ്ട് എത്ര അനുഭൂതി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാലേ ഒരു ചെവിയും കേൾക്കാത്ത വാർത്തകൾ അവിടെ റെഡിയാണ്. ഒരു മനുഷ്യന്റെ കൽബിലേക്ക് ഇമാജിനേഷനായിട്ട് പോലും വരാത്ത ഒരു അനുഭൂതി അവിടെ റെഡിയാണ്. നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പോലും സാധിക്കാത്ത സാധനം അവിടെ റെഡിയാണ്. എന്നിട്ട് നിങ്ങൾ നാളെ ചവിട്ടാൻ പോകുന്ന സ്വർഗത്തിൽ ഒരാൾ കൃഷിപ്പണിക്ക് വേണ്ടി കൈക്കോട്ടെടുത്ത് ഇറങ്ങുകയാണ്. ഏക്കറക്കണക്കിന് തോട്ടത്തിന്റെ അധിപനായി അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മാറ്റിയിട്ടുണ്ട്. ആ മനുഷ്യൻ ചവിട്ടണ ആ മണ്ണ്, ഏക്കറക്കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമിയുടെ ഉടമസ്ഥനായ സ്വർഗവാസി, അയാൾക്ക് വേണ്ടി അള്ളാഹു കൊടുത്ത കൃഷിയിടത്തിലേക്ക് വിത്തിറക്കാൻ വേണ്ടി പോകുമ്പോ അയാൾ ചവിട്ടിയ മണ്ണ് അത് ഒന്നാന്തരം മുന്തിയ മിസ്കാണ്. സ്വർഗത്തിലെ ഏറ്റവും മ്ലേച്ഛമായ മണ്ണിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. മ്ലേച്ഛം എന്നുള്ളത് ഈ ദുനിയാവിലേക്ക് ചേർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ.
അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യനും അല്ലാഹു തആല കൊടുക്കുന്നത് ഒരുപാട് ആളുകളുടെ ശക്തിയാണ്. അങ്ങനെ ഇതിന്റെ ഒരു അനന്തമായ വർണ്ണന തന്നെ കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് നേരത്തെ കണ്ട ആൾക്കാരാണ് ദുനിയാവിനെ മൊഴി ചൊല്ലി. കാരണം അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു. ഞങ്ങളെ ഉള്ളിലുള്ള കണ്ണ് പ്രവർത്തിച്ചു, ആക്റ്റീവായി. ഇതിനെ ഞങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്തു. ഇത് ആക്റ്റീവായി. മൂന്നാമത്തെ തലാഖിന്റെ കാരണം സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹ പറയുകയാണ്, വഖതറുകി കബീർ. ഭൗതിക ലോകമേ, ദുനിയാവേ, നിന്റെ അപകടം വളരെ ഭയാനകമാണ്, മാരകമാണ്, ഗുരുതരമാണ്. വഖതറുകി കബീർ, നിന്റെ അപകടം വളരെ ഭയാനകമായ അപകടമാണ്. ദുനിയാവിനെ കൂട്ടുപിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം ഭയാനകം. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, പാലക്കാട് 2 ദിവസം മുമ്പ് പിടികൂടിയത് 250 കിലോ കഞ്ചാവാണ്. പാലക്കാട്ടേക്ക് ഈ കഞ്ചാവ് കൊണ്ടുവന്ന ഇവിടുന്നാണ് മലയാളികളായ പാലക്കാട്ടുകാരായ 3 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് കർണാടകയിൽ പോയി കാലി ലോറി അവിടുന്ന് റെന്റിനെടുത്ത്, എന്നിട്ട് ആന്ധ്രാപ്രദേശ് കഞ്ചാവ് വിളയിക്കപ്പെടുന്ന ആന്ധ്രാപ്രദേശിൽ ചുളുവിലക്ക് കഞ്ചാവ് കിട്ടും. അവിടേക്ക് കാലി ലോറിയായിട്ട് പോയിട്ട് അവിടുന്ന് 250 കിലോ കഞ്ചാവ് ലോഡായിട്ട് കൊണ്ടുവന്നിട്ട് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ ബാക്ക് ഡോറിലൂടെ അധികൃതരെ കണ്ണുവെട്ടിച്ചിട്ട് പാലക്കാട് ടൗണിലെത്താണ്. പാലക്കാട് SP-ക്ക് ഏതോ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ലോറിയിൽ കുറച്ച് ആൾക്കാർ കഞ്ചാവായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് പോലീസ് സൂപ്രണ്ടും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാരും ലോറിയിൽ വന്നിട്ട് ചെക്കിംഗ് നടത്താൻ. അവരെ അര പരിശോധിച്ചു, മടിശീല പരിശോധിച്ചു, പേഴ്സ് പരിശോധിച്ചു, ബാഗ് പരിശോധിച്ചു. കഞ്ചാവല്ലേ? അപ്പോ എംസാന്റെ ലോഡ് അടിച്ചണ മാതിരി ബാക്കിൽ 250 കിലോന്റെ കഞ്ചാവാണ്. സുബ്ഹാനല്ലാഹ്. 2.5 കോടിയുടെ മുകളിലാണ് ആ ഒരു ലോഡ് കഞ്ചാവ്. അപ്പൊ ഞാൻ പറയാണ്, കേരളത്തിക്ക് ഒരു ലോറിയിലൊക്കെ കഞ്ചാവ് ലോഡടിക്കുന്നിടത്തേക്ക് മലയാളികൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് ഈ കഞ്ചാവിന്റെ വിപണന സാധ്യതയുടെ ആഴം എത്ര ഭയാനകമാണ് നമ്മൾ ആലോചിക്കണല്ലോ. ഈ നാട്ടിലുള്ള അതിന്റെ വിപണന സാധ്യത എത്ര സ്കോപ്പുള്ള ഒരു സാധനമാണ്. അവിടെയാണ് ആ വിഷയം ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഓരോ നാട്ടിന്റെയും ഏരിയയിലേക്ക് നമ്മൾ കണ്ണു നട്ടു പോകണം. നമ്മളെ കുട്ടികൾ അപകടകരമായ വഴികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്ന്, സ്കൂളില്ല. സ്കൂൾ ഉണ്ടാവുമ്പോൾ കുട്ടികൾ അതിൽ എൻഗേജ് ആയിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാല് രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കം, ബുക്കും ടിഫിൻ ബോക്സും എല്ലാം തയ്യാറാക്കി പിന്നെ കുട്ടി സ്കൂളിൽ പോവാൻ. സാറുമാര് വന്നിട്ട് ഓരോ പീരീഡും അവന് നല്ല നല്ല പാക്കഡ് ആയിരിക്കുന്ന സിലബസ് എഴുതി കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൻ എൻഗേജ് ആണ്. ആ കുട്ടി വൈകുന്നേരമായ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവന് ഫ്രഷ് ആവണം, അവന്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യണം, മദ്രസ വിഷയങ്ങൾ നോക്കണം. അടുത്ത ദിവസം വീണ്ടും പ്രഭാതത്തിൽ സ്കൂളിൽ പോകാനായി. അതുകൊണ്ട് ആ കുട്ടി ഫുള്ള് പാക്കഡാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, വളരെ ഫ്രീ മൈൻഡോടുകൂടെ 4GB-യും 5GB-യും സ്പീഡുള്ള ഡാറ്റ ഓൺ ചെയ്തിട്ട് സ്മാർട്ട് ഫോൺ കയ്യിലേന്തിയിട്ട് നമ്മുടെ കുട്ടി സ്വൈരവിഹാരം നടത്തുകയാണ്. ഈ കുട്ടി എത്താത്ത ലോകമുണ്ടോ? കൗമാരക്കാരനായിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മൾ ആലോചിക്കണം, 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഓരോ നാടിന്റെയും ഊടുവഴികളിൽ കഞ്ചാവിന്റെ വിപണനക്കാരായി, അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരായി, അതിന്റെ കച്ചവടക്കാരായി, അതിന്റെ ഡീലർമാരായി. ഒരു നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോ പറഞ്ഞത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഉമ്മാക്കുപ്പാക്കും ഇത് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കോ? എവിടെ വിശ്വസിക്കണേ? അക്കെ നിങ്ങൾക്ക് തോന്നാണ് എന്റെ കുട്ടീന്റെ അടുത്തുനിന്ന് അങ്ങനെ പാക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് പറയും ആ പഴയ ഭാഷയിൽ. എന്നാ നിങ്ങളൊന്ന് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ ചട്ടം കെട്ടിയിട്ട് ആ നാട്ടിലെ 3 കുട്ടികൾ, കാരണം ഒരു പാക്ക് കഞ്ചാവിന് വിലയിട്ടിരിക്കുന്ന വില ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാധനമാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ജോലിക്കൊന്നും പോണില്ലല്ലോ. ഇവരെവിടുന്ന പൈസ ഉണ്ടാക്കുക?
പൈസ കിട്ടണം, കഞ്ചാവിന്റെ അഡിക്റ്റ് ആയിട്ടുണ്ട്, പുല്ലിന്റെ അഡിക്റ്റ് ആണ്, അതുകൊണ്ട് ആൾക്ക് നേരത്തിന് പൈസ കിട്ടണം. ഈ പൈസ കിട്ടാനുള്ള മറുമരുന്ന് അയാൾ ആലോചിക്കും. അപ്പൊ എന്താ, മോഷണം നടത്തും. കഞ്ചാവിന്റെ അഡിക്റ്റ് ആയി പോയ 3 കുട്ടികളെ പോലീസ് പൊക്കിയല്ലോ. എന്താ സംഭവിച്ചത്? അവര് ഡെയിലി ട്യൂഷനാന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. 2 കിലോമീറ്റർ അപ്പുറമുള്ള ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനാന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ആൾപ്പാർപ്പില്ലാത്ത ഗേറ്റൊക്കെ അടച്ചു കിടക്കുന്ന 2 വീട് ഒരുത്തന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓൻ പറഞ്ഞേടാ, ഈ വീട് ഒരു ദിവസം ഒന്ന് കേറി നോക്കിയാല് നമുക്ക് ഭാവിയിൽ കഞ്ചാവ് വാങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവും. മോഷണത്തിന്റെ പുതിയ സാധ്യതന്റെ ഗേറ്റ് തുറക്കാണ് മൂത്താള്. വേറുള്ളവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. ആദ്യം ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മൂത്താള് ധൈര്യം കൊടുത്തു. ഈ 3 പിള്ളേരും ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. ഇവര് മതിലെടുത്ത് ചാടി. അപ്പൊ പ്രവാസികളായ കുടുംബം ഈ വീട് പൂട്ടി ഗൾഫിൽ പോയി താമസിക്കാം. എന്നിട്ട് ഈ വീടിന്റെ സൈഡിലെ ഓടും വിൻഡോസ് ഒക്കെ ഇളക്കി അതിനകത്ത് കയറി അവിടുത്തെ ആഭരണം മോഷണം നടത്തി. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിൽ വീണ്ടും അവർക്ക് കഞ്ചാവ് ഹൈ ഡോസിൽ വാങ്ങാൻ സാധിച്ചു. അതിന്റെ വിപണന സാധ്യത നാട്ടിൽ വർദ്ധിച്ചു. ഇവരെ കയ്യിൽ കണക്കിൽ പെടാത്ത അത്ര കഞ്ചാവ് വർദ്ധിത വീര്യത്തോടു കൂടെ കടന്നു വന്നു. അപ്പൊ ഇവരെ ശ്രേണിയിലേക്ക് ആ നാട്ടിൽ നിന്ന് തന്നെ ഇവരുടെ സമപ്രായക്കാരായ പുതിയ മക്കൾ മെമ്പർഷിപ്പ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാട്ടിൽ കഞ്ചാവിന്റെ ഒരു പുതിയ കോക്കസ്, ഒരു മാഫിയ രൂപപ്പെട്ടു. ഇത് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ മാത്രമേ അറിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവരുടെ 2 വർഷം സീനിയേഴ്സ് ആയിരിക്കുന്ന പ്ലസ് ടുക്കാരോ ഡിഗ്രിക്കാരോ അറിഞ്ഞേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളെ നാട്ടിൽ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ മതസംഘടനാ പ്രവർത്തനമോ നിർവഹിക്കുന്ന ആൾക്കാർ, റിലീഫ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ 30 വയസ്സിന്റെ മേലുള്ള ആൾക്കാരാണ്. അവരും ഈ ഉപയോഗിക്കുന്ന ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഓരിടയിൽ നടക്കുന്ന ഒരു സംഭവവും ഈ ഏജ് ഗ്രൂപ്പിലുള്ള വലിയ ആൾക്കാർ അറിയണില്ല, അറിയാൻ വകയില്ല. അവരെ ലാംഗ്വേജ്, അവരെ കോഡ് ഭാഷ വ്യത്യാസമുണ്ട്, അവരെ ശരീരഭാഷ വ്യത്യാസമുണ്ട്, അവരെ ഇടപെടൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ ഈ ലോബി ബാക്ക് ഡോറിലൂടെ, പിൻവാതിലിലൂടെ തഴച്ചു വളർന്നു. ബാപ്പ ഈ വിഷയം അറിഞ്ഞോ? ഇല്ല. ഉമ്മ ഈ വിഷയം അറിഞ്ഞോ? ഇല്ല. അതിന്റെ ഇടയിൽ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു വിഭാഗത്തിന് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. കള്ള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമാണ്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് നിർത്തണില്ലോ. അങ്ങനെ ഒരു വിഭാഗം വേറെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവത്തിലാണ് നമ്മുടെ നാട്, എത്ര ഭീഷണമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത്. ഈ കുട്ടികൾ അവസാനം പോലീസ് പിടികൂടിയത് ഇതുപോലുള്ള പ്രവാസികളോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയവരോ പൂട്ടിപ്പോയതോ ആയ വീട്, ഈ ക്യാഷ് ഇവരെ കയ്യിൽ നിന്ന് തീർന്നപ്പോ തെരഞ്ഞു നടക്കുകയാണ് ഇവര്. അങ്ങനെ മറ്റൊരു വീട് കൊള്ളയടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അയൽവാസികളെല്ലാവരും തൊണ്ടി സഹിതം വരെ പിടിച്ചത്. ആ പിടിച്ചപ്പോഴാണ് 1ാമത്തെ വീട് കൊള്ളയടിച്ച, മോഷണം നടത്തിയ വിവരം പോലീസിനോട് ഈ കുട്ടികൾ പങ്കുവെക്കുന്നത്. നമ്മളെ നാട് എവിടെത്തി? അപ്പോ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ലോറി വണ്ടി കഞ്ചാവായിട്ട് വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അതിന്റെ വിപണന സാധ്യത കേരളത്തിൽ വലിയ സ്കോപ്പോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌൺ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഉമ്മാരും ബാപ്പാരും ദ്വാരക്കാണ്. കാരണം ഈ കുട്ടികൾ വളരെ ഫ്രീ ആയി. ഓൺലൈൻ ക്ലാസ് ഒക്കെ പേരിനല്ലേ. എന്താ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് അവരെ കമ്പനി വളരെ ബോസം ഫ്രണ്ട്ഷിപ്പിലാണ് ഇപ്പൊ അവരുള്ളത്. അത് അഴിച്ചു മാറ്റാൻ ഒരാൾക്കും കഴിയൂല. ഉമ്മയും ബാപ്പയൊക്കെ സൈഡാണ്. ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് ഒരു കുട്ടിക്കും കളിയില്ല. അവിടെ കാര്യങ്ങൾ എത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ആത്മഹത്യാ പ്രവണത കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു. ഇന്നലെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിരുന്നു. 8 ലക്ഷം ആൾക്കാരാണ് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലും കുറവൊന്നുമല്ല. ആത്മഹത്യയുടെ കണക്കിൽ കേരളം കുറവൊന്നുമല്ല. പ്രതിവർഷം 8 ലക്ഷം ആളുകൾ ഒരു വർഷത്തിൽ ലോകാടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അഥവാ ഒരു ദിവസം 2200 ആൾക്കാർ കയറെടുത്ത് തൂങ്ങണ ആൾക്കാർ. അതിൽ 70% സയനൈഡ് ഗുളിക പോലുള്ള വിഷാംശം അടങ്ങിയ മരുന്ന് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ 40%. അതിൽ കുടുംബ പ്രശ്നം ഒരു കാരണമാണ്. അതിൽ പ്രണയ നൈരാശ്യം മറ്റൊരു കാരണമാണ്. അതിൽ ടെക് അഡിക്ഷൻ മറ്റൊരു കാരണമാണ്. അതിൽ ലഹരി വേറൊരു കാരണമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ മെഡിക്കൽ സയൻസ് നമ്മുടെ മുമ്പിൽ നിരത്തി. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ ശേഷം നമുക്ക് മാന്യമായിട്ടൊന്ന് പത്രം തുറന്നൊരു വാർത്ത വായിക്കാൻ കഴിയണില്ല. ഇന്നലെ ഇപ്പൊ കൊച്ചിയിൽ കണ്ടത് എന്താണ്? ഭാര്യയും ഭർത്താവും 1.5 വയസ്സുള്ള കുഞ്ഞു പൈതലിന് വിഷം കൊടുത്തിട്ട് ആദ്യം ആ കുഞ്ഞിന്റെ മരണം ഉറപ്പുവരുത്തിയിട്ട് ഒരുത്തി ഒരു കയറിൽ പോയി തൂങ്ങി, ഒരുത്തൻ മറ്റൊരു കയറിൽ പോയിട്ട് തൂങ്ങി. ആ കുഞ്ഞെന്ത് പഴിച്ചു.
സമാന സംഭവങ്ങൾ ഇഷ്ടം പോലെ. കൊല്ലുന്നു, കൊലപാതകം നടക്കുന്നു. പരിശുദ്ധ സഹാബ അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തൊരു സമൂഹത്തെ കാണുകയാണ്. അന്നത്തെ സമൂഹം കാണേണ്ടി വരുന്നത് അന്നത്തെ ആളുകൾക്കിടയിൽ ഹറജ് അധികമാകും സഹാബ. അത് അന്ത്യനാളിന്റെ അടയാളമാണ്. അപ്പോഴാണ് സഹാബികൾ ചോദിച്ചു പോയത് പരിശുദ്ധ ഗുരുവിനോട്, മൽ ഹറജു യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ അന്ത്യനാളിന്റെ അടയാളമായി അങ്ങ് പറഞ്ഞു തന്നത്? അവസാന കാലഘട്ടത്തിൽ ഹറജ് അധികമാകും എന്നാണ്. ഹറജ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കപ്പെടുന്നത്? അവിടെന്ന് പറയുകയാണ് വഹിയ അൽ ഖത്ൽ, അൽ ഖത്ൽ, അത് കൊലപാതകമാണ്, കൊലപാതകം. ആ കൊലപാതകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ലാ യഅരിഫുൽ ഖാതിലു ഫീമ ഖതൽ വലാ യഅരിഫുൽ മഖ്തൂലു ഫീമ ഖുതിൽ. കൊന്ന കൊലയാളിക്ക് ഞാൻ എന്തിനാണ് അവനെ കൊന്നത് എന്നും അറിയൂല. കൊല ചെയ്യപ്പെട്ട മനുഷ്യന് എന്തിനാണ് അവൻ എന്നെ കൊന്നത് എന്നും അറിയൂല. ഈ രീതിയിലുള്ള കൊലപാതകം അന്ന് അധികമാണ്. ഇതിപ്പോ ആളുകൾക്കിടയിലും നാട്ടിലും വ്യാപകമായി. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച മകള് ഇന്നലെ തിരുവനന്തപുരത്ത് അമ്മയെ കഴുത്ത് അറുത്തു കൊന്നു എന്ന് മാത്രല്ല, റോട്ടിൽ കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുത്തു. എല്ലാം കേരളത്തിലാണ്. കൊല്ലത്ത് നിന്ന് ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ കോഴിക്കോട്ടേക്ക് 2 മുസ്ലിം ചെറുപ്പക്കാർ വിളിച്ചു വരുത്തിയിട്ട് ലഹരി കൊടുത്തു. ലഹരി ആസക്തി, ഈ എണ്ണയിൽ ഒഴിച്ച ലഹരിയുടെ ഒരു തരം എണ്ണ ഉണ്ട്, ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡില് മുക്കിയ സിഗരറ്റ് ഈ പെൺകുട്ടിക്ക് വലിക്കാൻ കൊടുക്കുകയാണ്, ഈ യുവതിക്ക്. ഈ യുവതി അത് വലിച്ചതോടുകൂടെ അവൾ അൺകോൺഷ്യസ് ആയിട്ട് ബോധരഹിതയായിട്ട് വീഴാൻ. ആ യുവതിയെ ലോഡ്ജിലേക്ക് കൊണ്ടുപോയിട്ട് 3 ചെറുപ്പക്കാർ മാറി മാറി കൃത്യനിർവഹണം നടത്തി. അവസാനം ഗുരുതരാവസ്ഥയിൽ എത്തിപ്പെട്ട ഈ പെൺകുട്ടിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബെഡിലാക്കിയിട്ട് ഇവര് സ്ഥലം രക്ഷപ്പെടാൻ, സ്ഥലം കാലിയാക്കാൻ ഇവരെ പോലീസ് പിടിച്ചു. ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി പ്രസ്തുത ലോഡ്ജിലേക്ക് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസ്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ, സകല തിന്മകളുടെയും മാതാവും എല്ലാ ദോഷങ്ങളുടെയും മേലെ നിൽക്കുന്നതും മദ്യമാണ്, ലഹരിയാണ്. ലഹരി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ആ ഒരു ലഹരിയുടെ ദൈന്യത എത്ര കുടുംബിനികൾ ഈ കാര്യം മറച്ചു വെക്കേണ്ടവരോ എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ നടത്താൻ ബാധ്യസ്ഥരാണ്. പബ്ലിക്കായിരിക്കുന്ന നമ്മുടെ ഈ പരിപാടിനേക്കാൾ എത്രയോ എഫക്റ്റീവായിരിക്കാൻ നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടൊരു സെൻസസ് എടുത്തു നോക്ക്. ഉമ്മത്തിൽപ്പെട്ട, നമ്മളെ കൗമിൽപ്പെട്ട എത്ര ആളുകൾ ഇതിന്റെ അഡിക്റ്റായി സാഹചര്യത്തിന്റെ പേരിൽ പഴച്ചുപോയി. അവർക്ക് പഠനം പ്രശ്നമല്ല, PSCയിൽ എത്ര വേക്കൻസി വരുന്നുണ്ടെന്നുള്ള അവർ പ്രശ്നമല്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടി നീക്കി വെക്കപ്പെട്ട ഗവൺമെന്റ് തസ്തിക പോലും മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം എന്താ? കഞ്ചാവ് അടിച്ച് കിക്കായി കുത്തിർക്കാണ് ഇഷാമാരിബിന്റെ ഇടയിൽ സഫൻ സഫ ഓരോ അങ്ങാടിയിലും. ഇവർക്ക് PSCന്റെ കോട്ട നോക്കാൻ നേരണ്ടോ? മുസ്ലിം സമുദായത്തിന് വേക്കന്റ് ആയി കിടക്കുന്ന റിസർവേഷൻ സീറ്റുകള് ആ സമുദായത്തിന് ഫുൾഫിൽ ചെയ്യാൻ കഴിയണില്ല. എവിടെ എത്തി നമ്മള്? നാളെ ഒരു പ്രബുദ്ധതയുള്ള ഉദ്യോഗസ്ഥനെ വാർത്തെടുക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിക്കാതെ പോകും. ഞാൻ പറയാണ്, ഒരു കാലത്ത് നമ്മൾ ദർസ് സമ്പ്രദായം കേരളത്തിൽ തുടങ്ങി. സൗദി അറേബ്യയിലെ മുസ്തഫ സഹർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച വിചക്ഷണനായ ഒരു മനുഷ്യൻ കേരളം സന്ദർശിക്കാൻ അതിന്റെ ഇടയിൽ വന്നു. അദ്ദേഹം കൊച്ചിയില് വിമാനം ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേരളത്തിലെ ദർസി സമ്പ്രദായങ്ങളെ പഠിക്കണം. ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുറാഫിഖീങ്ങളായ ആളുകള് കേരളത്തിലെ ഓരോ ദർസുകളും പ്രമുഖ സ്ഥലങ്ങളും കലാലയങ്ങളും കാണിച്ചു കൊടുത്തു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാധ്യമങ്ങളെ കാണണം. വഹി പൊട്ടിമുളച്ച രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. മക്കത്ത് നിന്നാണ് ഞാൻ വരുന്നത്. മദീനയുള്ള പട്ടണത്തിൽ നിന്നാണ്, രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ നാട്ടിലാണ് ആദ്യം ചെലവുകുടി സമ്പ്രദായമുള്ള ദർസ് തുടങ്ങിയത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുഹാജിർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു നാട്ടിൽ നിന്ന് ഹിജറ വന്ന് ഇവിടെ അക്കമഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ വാം വെൽക്കം കൊടുത്തത് അൻസാരികളാണ്. സ്വന്തം ശിഷ്യഗണങ്ങൾ രണ്ട് വിഭാഗമായി മാറാൻ, ഒന്ന് മുഹാജിർ, ഒന്ന് അൻസാർ. ഞാൻ ആദ്യം മോദിയ ആയത്ത് അൻസ്വാരി ഇലല്ലാ എന്ന ആയത്താണ്. എങ്ങനെ അൻസ്വാറായി? ഹബീബായ നബി തങ്ങൾ മുദർരിസാൻ. മദീനത്തെ സുഫത്തിന്റെ അഹ്ലുകാരായ മുതഅല്ലിമീങ്ങൾക്ക് എണ്ണം കൂടി. കൂട്ടത്തിൽ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഹബീബിനോട് പരാതി പറഞ്ഞില്ലേ റസൂലേ, എന്റെ അനുജൻ അങ്ങയുടെ ദർസിൽ പഠിക്കാണ് ഹബീബേ, ഞാനാണ് കുടുംബം പോറ്റാനുള്ളത്, അവന് പഠിച്ചു കൊടുത്താ പോരെ നബിയെ. അള്ളാന്റെ ഹബീബിന്റെ മുഖഭാവം മാറിയില്ലേ, പരിശുദ്ധ റസൂലിന്റെ മട്ട് മാറിയില്ലേ. സഹോദരാ, നിന്റെ ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടത്, നിന്റെ കുടുംബത്തിന്റെ റിസ്ക് വിശാലമായത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? എന്റെ വീട്ടിൽ നിന്ന് ഒരാള് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ദർസ് പഠിക്കുന്നതിന്റെ ബറക്കത്തോണ്ടാണ്. ആ വാക്കുച്ചരിക്കാൻ നിനക്ക് അർഹതയില്ല എന്ന് പരാതിക്കാരനായ ജ്യേഷ്ഠ സഹോദരനോട് മറുപടി പറഞ്ഞു പോയ മുദർരിസായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ എത്തി മദീനത്ത്? ഉമിർതു ബിഖറിയത്തിൻ, ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് പലായനം ചെയ്യാൻ ഉമിർതു. അല്ലാഹുവിന്റെ ഹബീബ് ഉമിർതു ബിഖറിയത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ഉമിർതു ബിൽ ഹിജ്റതി ഇലൽ ഖറിയത്തിൽ മുസമ്മ ബിയസ്രിബ്. യസ്രിബ് എന്ന പേരുള്ള ഖറിയത്തിലേക്ക് ഹിജ്റ പോകാൻ ഉമിർതു. അവരൊക്കെ ആ നാടിനെ പേര് വിളിച്ചിരുന്നത് യസ്രിബ് എന്നാണ്. വഹിയൽ മദീന, അത് ഇനി മുതൽ എന്റെ മദീനയാണ്. ആ ഹദീസ് പഠിച്ച് വിശദീകരിച്ച സഹാബികൾ പറഞ്ഞു, ഇനി മദീനനെ യസ്രിബ് എന്ന് വിളിക്കൽ കറാഹത്താണ്. യഖൂലൂന യസ്രിബ് എന്നാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്. വഹിയൽ മദീന എന്ന് പിന്നെ ശേഷം പറഞ്ഞല്ലോ. അതുകൊണ്ട് മദീനയാണ്, ഇനി യസ്രിബ് എന്ന് വിളിക്കാൻ പാടില്ല. എന്താണ് മദീനയുടെ പ്രത്യേകത? അതൊരു ദർസ് തുടങ്ങിയ നാടാണ്. ഹദീദ് ഇരുമ്പ്, ഹദ്ദാദ് ബ്ലാക്ക് സ്മിത്ത്. ഈ ബ്ലാക്ക് സ്മിത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കരുവാൻ ഉണ്ടല്ലോ, കൊല്ലൻ. നമ്മളെ നാട്ടിലൊക്കെ കൊല്ലപ്പണി നല്ലോ നടന്ന നാടാണ്. ഹദ്ദാദിന്റെ പണി, കരുവാമ്പടി, കരുവാമൂല എന്നൊക്കെ പറയുന്ന സ്ഥലം ഒരു കരുവാന്റെ നിത്യവൃത്തി അവിടെ വ്യാപൃതമായിരുന്നതിന്റെ തെളിവാണ്. ഇപ്പൊ പണ്ടത്തെ ഈ ഉല എന്ന് പറയുന്ന കീറ്, ഈ ഉല എന്ന് പറയുന്ന അടുപ്പുണ്ടല്ലോ, ഈ അടുപ്പിന്റെ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോ മറ്റേ ഭാഗത്ത് ഇങ്ങോട്ട് തീപ്പൊരി വരും. അപ്പൊ കരുവാൻ ഇങ്ങനെ ഉല ഇങ്ങനെ അമർത്തുമ്പോ അവിടെ വരുന്ന തീതാളത്തിലേക്ക് നല്ല തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ ആയുധങ്ങളൊക്കെ അങ്ങനെ നീട്ടിക്കൊടുത്താല് തംഫി, അത് സ്ഫുടം ചെയ്യും. ഇരുമ്പിന്റെ അയിരുകളെ മുഴുവൻ സ്ഫുടപാകം ചെയ്ത് സ്ഫടികം പോലെ തിളക്കുള്ളതാക്കും, കണ്ണാടി പോലെ തിളക്കുള്ളതാക്കും. മദീന ഈ തുരുമ്പ് കേറിപ്പോയ, പാപത്തിന്റെ തുരുമ്പ് കേറിപ്പോയ കൽബാകുന്ന ജനഹൃദയങ്ങളെ കരുവാന്റെ ഉലയാകുന്ന മദീനത്തം ഫിന്നാസ്, ജനങ്ങളെ സ്ഫുടം ചെയ്തെടുക്കും. ഈ കീറിന്റെ ഉപമ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. മസലുൽ ജലീസി സ്വാലിഹി വജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. അവിടെയും കാണാം ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, ബാഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെയും മസല്, ഉദാഹരണം കഹാമിലിൽ മിസ്ക്, സുഗന്ധം ചുമന്നവനെ പോലെയാണ്, അത്താറിനെ പോലെയാണ്, അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. എന്താണ് പെർഫ്യൂം കൊണ്ടെടുക്കുന്ന അത്താറിന്റെ പ്രത്യേകത? കോട്ടക്കലങ്ങാടിയിൽ വന്നിട്ട് മസ്കും അറബുല്ലൂതും അത്തറുല്ലൂതും ഉമറുല്ലൂതും എല്ലാ സാധനങ്ങളുള്ള ഈ മസ്കിന്റെ കേന്ദ്രമായിരിക്കുന്ന കോട്ടക്കൽ വന്നിട്ട് ഞാൻ പെർഫ്യൂമിന്റെ എക്സാമ്പിൾ പറഞ്ഞ എനിക്ക് ആവശ്യമില്ല. ഹാമിലുൽ മിസ്ക്, സുഗന്ധം ചുമന്ന മനുഷ്യൻ. ഒന്നുക്ക് ഒന്നുക്ക് നീ അവന്റെ അടുത്ത് നിന്ന് ഒരു തോല അത്തർ വാങ്ങും, അല്ലെങ്കിൽ നല്ല സ്മെല്ല്, അവന്റെ ഡ്രസ്സില് നല്ല ലാസ്റ്റിംഗ് സ്മെല്ലുള്ള അഴൂത് അവന്റെ ശരീരത്തിലോ ഡ്രസ്സിലോ ഉണ്ടാവും. അപ്പൊ അവന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധനാകും, പാപിഷ്ഠർ പോലും എന്ന് കവി പറഞ്ഞ പോലെ ഈ ഒരു സുഗന്ധം ഓനുണ്ടാവും. ഇതാണ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്.